എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മാനേജ്മെന്റ് കോൺസെപ്റ്റ്. ആ മാനേജ്മെന്റ് കോൺസെപ്റ്റിന്റെ പേര് ആക്റ്റീവ് ഇനേഷ്യ എന്നാണ്. റിസൾട്ട് കിട്ടിയാലും ചിലത് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എല്ലാ ബന്ധങ്ങളും വിലപിടിപ്പുള്ളതല്ല. ക്വിറ്റിങ്ങും ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ 1-2 തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് നിർത്തി പോകുന്ന ആളുകളുണ്ട്. ബന്ധം ഉണ്ടാക്കി അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണം നിർബന്ധമുണ്ട്. നമസ്കാരം സർ. സർ, നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടാവും, കുറേ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടാവും. അതായത് നമ്മളെപ്പോഴും ചോദിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഗിവപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. നമ്മൾ ക്വിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുമ്പോൾ പലപ്പോഴും ഒരു നാണക്കേടായി അങ്ങനെ നമ്മൾ അതിനെ കണക്കാക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ് സർ, ക്വിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണോ? അതൊരു നല്ല സ്ട്രാറ്റജി ആണോ? ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നല്ല സ്ട്രാറ്റജി ആണോ? നമ്മൾ ഈ സക്സസിനെ കുറിച്ചുള്ള എല്ലാ മെറ്റീരിയൽസിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ റിലേറ്റഡായ കാര്യങ്ങളിലൊക്കെ പറയും വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ എന്നൊക്കെ പറയും. അതൊരു അബ്സല്യൂട്ട്ലി കറക്റ്റായ വാചകമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്നതാണ്. ചില സാധനങ്ങൾ ജീവിതത്തിൽ ക്വിറ്റ് ചെയ്യേണ്ടി വരും, ചില സാധനങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ എന്നതാണ്. അത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയാം, എക്സാമ്പിൾസും പറയാം. ഞാൻ പറഞ്ഞത് ശരിയാണോ? അത് അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഭയങ്കരമായി ഇൻവോൾവ് ചെയ്തു, നമുക്ക് അതിൽ നിന്ന് യാതൊരുവിധ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും നമുക്കത് ഉപേക്ഷിച്ച് കളയാൻ ഭയങ്കര ഒരു മടിയാണ്, അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് അതിനെ ക്വിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിനെ കാണുന്നത്. അങ്ങനെയല്ലേ സർ? റിസൾട്ട് കിട്ടിയാലും ചിലത് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരു ഉദാഹരണം പറയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഉണ്ട്. ആ മാനേജ്മെന്റ് കോൺസെപ്റ്റിന്റെ പേര് ആക്റ്റീവ് ഇനേഷ്യ എന്നാണ്. ഒരു അമേരിക്കയിലൊരു മാനേജ്മെന്റ് എക്സ്പെർട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു സാധനമാണ്. ഈ ആക്റ്റീവ് ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയ മനുഷ്യന്മാർ അല്ലെങ്കിൽ സക്സസ് ആയ സ്ഥാപനങ്ങൾ അവർ സക്സസ് ആവാൻ കാരണമായ സ്ട്രാറ്റജികളെ തിരികെ തിരികെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും എന്നാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. ഉദാഹരണം, ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ വന്നു. ആ ട്രെയിനിങ് ഫീൽഡിൽ ഉയർച്ച നേടാൻ സഹായകരമായ കുറേ സ്ട്രാറ്റജികൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും. ആ സ്ട്രാറ്റജികൾ തിരികെ തിരികെ ആവർത്തിക്കാനുള്ള ടെൻഡൻസി എനിക്കുണ്ടാകും. കാരണം അത് സക്സസ് സ്ട്രാറ്റജിയാണ്. ഒരു കമ്പനി അവർ വിജയിക്കാൻ ആസ്പദമായ ചില തന്ത്രങ്ങൾ അവരത് തിരികെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അത് വിജയിച്ച തന്ത്രമാണ് എന്നതുകൊണ്ട്. ഈ കോൺസെപ്റ്റ് പറയുന്നത് അത് അപകടമാണ് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 10 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത സ്ട്രാറ്റജി ഇന്ന് അപ്ലിക്കബിൾ അല്ല. കാലഘട്ടം മാറി, കോണ്ടെക്സ്റ്റ് മാറി, ഓഡിയൻസ് മാറി, ടെക്നോളജി മാറി. അപ്പോൾ പഴയ സ്ട്രാറ്റജികൾ, സക്സസ്ഫുള്ളായ പഴയ സ്ട്രാറ്റജികൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ബോധപൂർവം അത് ചെയ്യാത്തവർ ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നോക്കിയോ എന്ത് സംഭവിച്ചു? കൊഡാക്കിന് എന്ത് സംഭവിച്ചു? കൊഡാക്ക് വിജയിച്ചത് പേപ്പർ ഫോട്ടോഗ്രാഫി, ഫിലിം ഫോട്ടോഗ്രാഫി ആണ്. ആ ഫിലിം ഫോട്ടോഗ്രാഫി സക്സസ്ഫുൾ സ്ട്രാറ്റജി ആയിരുന്നു. 70-കൾക്ക് ശേഷം അത് സക്സസ്ഫുൾ സ്ട്രാറ്റജി അല്ല എന്ന് തിരിച്ചറിയും. അപ്പോൾ സക്സസ്ഫുൾ ആയ ഒരു സ്ട്രാറ്റജി ആണെങ്കിലും ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലെന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് ബിസിനസ്സിലാണെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ക്വിറ്റ് ചെയ്തോളണം. അത് ബിസിനസ്സിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ എപ്പോഴും പറയില്ലേ, സാഹചര്യം വലിയ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. എന്താണ് ഈ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുതിയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സ്ട്രാറ്റജികളോ ശീലങ്ങളോ വസ്തു എന്തൊക്കെ ഉണ്ടോ അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും സർ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ നമുക്കതിന് പറ്റാത്തൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ കൊണ്ട് നടന്നതാണല്ലോ, ബിസിനസ് ആണെങ്കിലും ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് നടന്നൊരു പ്രൊഡക്റ്റ് ആണല്ലോ, അതിൽ റിസൾട്ട് ഇല്ലെങ്കിലും അതങ്ങോട്ട് മനസ്സിനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് കളയാനായിട്ട് നമുക്ക് പറ്റില്ല.
അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ സങ്ക് കോസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ് സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, സമയമാകാം പണമാകാം. അപ്പം നമ്മൾ ഒരു 1-2 കൊല്ലം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ കുറച്ചു കാലം പണമോ സമയമോ എന്തെങ്കിലും വിഭവങ്ങളോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അനുവദിക്കില്ല. ഒരു ചെറിയ ലളിതമായ ഉദാഹരണം, 2 പേര് സിനിമയ്ക്ക് പോയി, ഇന്റർവെൽ വരെ സിനിമ 6 ബോറാണ്, ഒരു ടിക്കറ്റിന് 300 രൂപയാണ്. അപ്പോൾ 600 രൂപ മുടക്കിയാണ് ഇവർ പോയേക്കുന്നത്, 6 ബോറാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇനി സിനിമ നന്നാവാൻ സാധ്യതയില്ല, നമുക്ക് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റാൾ പറയുന്ന ഉത്തരം, എടാ നമ്മൾ 600 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്നതല്ലേ, ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫ് സമയം പോയി, അടുത്ത 1.5 മണിക്കൂർ നമുക്ക് ലാഭിക്കാം ഇവിടുന്ന് പോയാൽ. പക്ഷേ നേരത്തെ 600 രൂപയും 1.5 മണിക്കൂറും മുടക്കിയത് കൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി. വേറൊരു ഉദാഹരണം, വീട്ടിൽ നടക്കുന്ന ഉദാഹരണം, നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു. ഐസ്ക്രീം മേടിച്ചു വന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഐസ്ക്രീം ചീത്തയായി. അപ്പം വീട്ടിലുള്ളവർ പറയും, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, എന്തിനാ കളയണേ? ഇതിനെയാണ് സങ്ക് കോസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ സാധനത്തിനെ വിട്ട് കളയാൻ തോന്നില്ല. അത് അങ്ങനത്തെ ഇതൊരു ഗുണകരമല്ല, ഇത് ശരിയല്ല, ഇത് മുന്നോട്ട് പോയാൽ അപകടകരമാണെന്ന് ഏത് മൊമെന്റിൽ തോന്നുന്നുവോ അപ്പം അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ലൈക്ക് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയല്ലോ, അതുകൊണ്ടിട്ട് എനിക്ക് ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, സമയമായാലും പണമായാലും. അത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇതുവരെ നഷ്ടപ്പെടുക. അതായത് ഇപ്പൊ നമുക്ക് 600 രൂപയും 1.5 മണിക്കൂറേ പോയിട്ടുള്ളൂ, ഇനി അടുത്തൊരു 1.5 മണിക്കൂർ കൂടി കളയേണ്ട ആവശ്യമുണ്ടോ? ഇതിന് ഒരു ബെനിഫിറ്റ് കൂടെ ഇല്ലേ സർ? നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് റിസൾട്ട് ഇല്ല, നമ്മൾ അതിൽ കുറേ റിസോഴ്സസ് യൂസ് ചെയ്യും. ലൈക്ക് നമ്മുടെ ടൈം ആവാം, ഹ്യൂമൻ ക്യാപിറ്റൽ ആവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് ഇതുകൂടി സേവ് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ക്വിറ്റ് ചെയ്യുമ്പോൾ? അതെ, ഫ്യൂച്ചറിൽ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ക്വിറ്റ് ചെയ്യാൻ മനസ്സ് തോന്നാത്തതിന് കാരണം ഈ ചിന്തയാണ്. ഇത്രയും പൈസ മുടക്കിയതല്ലേ, ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ? എത്രയോ നഷ്ടമായ കച്ചവടങ്ങൾ ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് കാരണം എന്താ? ഇത് തന്നെ ഇത്രയും കാലം ചെയ്തതല്ലേ, ഇനി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, അന്ന് ലാഭകരമായിരുന്നു, ഇന്ന് ലാഭകരമല്ലാത്തതിന് കാരണം ഇന്നത്തെ കാലഘട്ടം മാറി, സാഹചര്യം മാറി, ആ ബിസിനസ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാർക്കറ്റിന് യോജിച്ചതല്ലെന്ന് തോന്നിയാൽ അത് കിട്ടിയില്ലേ, അത് ചെയ്യില്ല. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ മൈൻഡിൽ കുറേ ബിലീഫ് സിസ്റ്റങ്ങൾ കിടക്കുന്നുണ്ട്. ലൈക്ക് പണത്തോടുള്ളതായിരിക്കാം, സക്സസിനോടുള്ളതായിരിക്കാം. ഇതിൻ്റെ എല്ലാം ഒരു രീതി മാറേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള പണം എന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യമാണ്, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നതല്ല, സക്സസ് ആയാൽ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഇങ്ങനെ കുറേ ബിലീഫ് സിസ്റ്റങ്ങൾ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇപ്പോൾ ക്വിറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ചെയ്യുന്നൊരു ബിസിനസ് ക്വിറ്റ് ചെയ്യുക മാത്രമല്ല, ചില ശീലങ്ങൾ, ചില ചിന്താരീതികളെ വിശ്വാസങ്ങൾ എന്ന് പറയും, ചിന്താരീതികൾ, ചില സ്ട്രാറ്റജികൾ, കുറച്ചുകൂടി പറഞ്ഞാൽ ചില ബന്ധങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഒന്നും ഉപേക്ഷിക്കപ്പെടേണ്ടത്, ഈ ലോകത്ത് ഉപേക്ഷിക്കാതെ എന്തെങ്കിലും ലോകത്തുണ്ടോ? ലോകം ആർജിക്കാനുള്ളത് പോലെ തന്നെ ഉപേക്ഷിക്കാനും കൂടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഉദാഹരണം, നമ്മൾ കാലകാലങ്ങളായി കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ കൂടെയുള്ളവരുടെ വളർച്ചയ്ക്കും ഒന്നിനും സഹായകരമല്ലെന്ന് തോന്നിയാൽ ആ ബിലീഫ് സിസ്റ്റത്തിന് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ശരിയാണ്, അത് ഉപേക്ഷിക്കേണ്ടതല്ലേ? പക്ഷേ നമ്മൾ കാലകാലങ്ങളിൽ കൊണ്ടു നടന്നത് കൊണ്ട്, അതുമായിട്ടൊരു അറ്റാച്ച് ആയതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കില്ല. ചില ബന്ധങ്ങൾ, ആളുകൾ പറയും ബന്ധങ്ങൾ വിലപിടിപ്പുള്ളതാണ്. എന്നാൽ എല്ലാ ബന്ധങ്ങളും വിലപിടിപ്പുള്ളതല്ല. ചില ബന്ധങ്ങൾ ടോക്സിക് ആയിരിക്കും, നമ്മുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ല, നമ്മുടെ മാത്രമല്ല അയാളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ ബന്ധങ്ങളെ നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ഒരു ബന്ധം ഉണ്ടാക്കി അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല.
നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ സർ? നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള സ്ട്രാറ്റജികളെ പറ്റി പറഞ്ഞു. അത് ആപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മുടെ റിലേഷൻഷിപ്സ്, പിന്നെ ബിലീഫ് സിസ്റ്റം, ഇങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഇസ് ഇറ്റ് എ റൈറ്റ് സ്ട്രാറ്റജി നമ്മൾ ക്വിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു റൈറ്റ് സ്ട്രാറ്റജി ആണോ എന്നൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സാർ എന്ത് പറയും? അല്ല, അതായത് അങ്ങനെ ഒരു അബ്സല്യൂട്ട് ആൻസർ ഇല്ല എന്നതാണ്. അതായത് ചില കാര്യങ്ങൾ വിടാൻ പാടില്ല, ചില കാര്യങ്ങൾ വിടേണ്ടി വരും. അപ്പോൾ ലൈഫിൽ ആളുകൾ, വിജയിക്കുന്ന ആളുകളെ നോക്കിക്കോളൂ, അവർ വിടേണ്ട സാധനം വിടേണ്ട സമയത്ത് വിടും എന്നതാണ്. സക്സസ് ആവാത്ത ആളുകൾ ഒന്നില്ലെങ്കിൽ അത് വിടേണ്ട സമയത്തായിരിക്കില്ല, നേരത്തെ വിടും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, 1-2 തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു മുഖവരി എന്നൊരു തമിഴ് സിനിമയുണ്ട്. ആ തമിഴ് സിനിമയിൽ ചേട്ടൻ അനിയനെ ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. അജിത്ത് അനിയനാണ്, ചേട്ടൻ രഘുവരനാണ് ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സ്ഥലത്ത് സ്വർണത്തിൻ്റെ ട്രഷറുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ കുഴിക്കാൻ തുടങ്ങി. അപ്പം നാട്ടുകാർ ചോദിച്ചു, എന്തിനാണ് കുഴിക്കണേ? ഇവിടെ ട്രഷറുണ്ട്, ഗോൾഡിൻ്റെ. എടാ, നിനക്ക് പ്രാന്ത, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അയാൾ 1 അടി കുഴിച്ചു, കണ്ടില്ല. അപ്പോൾ 2 അടി കുഴിച്ചു, കണ്ടില്ല. 3-ാമത്തെ അടി കുഴിച്ചപ്പോൾ ബന്ധുക്കൾ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, സ്വർണ്ണം ഉണ്ട്, എടുക്കാണ്. നീ ഒന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലടാ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവർ ഇവനെ ഉപേക്ഷിച്ചു പോയി. പിന്നെയും കുഴിച്ചു, 5 അടി കുഴിച്ചു. ഭാര്യയും കുടുംബമൊക്കെ ചോദിച്ചു, നിനക്ക് വേറൊരു പണിയില്ലേ, വെറുതെ ഇത് കിട്ടാത്ത സാധനമാണ്. ഇവൻ നിരാശ ബാധിക്കെങ്കിലും വലിയ പ്രത്യാശയോടുകൂടി അവൻ കുഴിച്ചു. 6 അടി കുഴിച്ചു, നിധി കണ്ടില്ല. 7 അടി കുഴിച്ചു, നിധി കണ്ടില്ല. ഉപേക്ഷിച്ചവൻ പോയി. ഇത് ആ സിനിമയിൽ പറയുന്നൊരു കഥയാണ്. പിന്നീട് വേറൊരാൾ വന്നു, ഇതെന്താണെന്ന് ചോദിച്ചു. നാട്ടുകാരൊക്കെ പറഞ്ഞു, പണ്ടൊരു പ്രാന്തൻ ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് കുഴിച്ചതാണ്. അപ്പോൾ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോക്കി, ഇയാൾക്ക് നിധി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇയാൾ കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാർ കളിയാക്കി, പണ്ടൊരു പ്രാന്തനുണ്ടായിരുന്നു, ഇപ്പോൾ 8-ാമത്തെ അടി കുഴിച്ചു, നിധി കണ്ടില്ല. 9-ാമത്തെ അടി കുഴിച്ചപ്പോൾ നിധി കണ്ടു. ഇത് സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ചേട്ടൻ അനിയനോട് പറഞ്ഞിട്ട് ചേട്ടൻ അനിയനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 7 അടി കുഴിച്ചവന് 2 അടി കൂടി കുഴിക്കാൻ തോന്നിയില്ലല്ലോ, അതാണ് പരാജയപ്പെടാൻ കാരണം. ഇത് വളരെ ഇൻസ്പിറേഷണലായ ഒരു സ്റ്റോറിയാണ്. ഇനി അടുത്ത ചോദ്യം, ഇവിടെ സ്വർണ്ണമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താതെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ, എന്നിട്ട് വിട്ടിട്ട് പോകരുതെന്ന് വിചാരിക്കുകയാണ്. അത് മണ്ടത്തരമല്ലേ? അപ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ടതും പിടിച്ചു നിർത്തേണ്ടതും തമ്മിലുള്ള ആ ബാലൻസിങ്, അത് ഏതാണ് എന്താണെന്ന് തിരിച്ചറിയുന്ന സ്ഥലത്താണ് സക്സസ് ഉണ്ടാകുന്നത്. ചില ശീലങ്ങൾ, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം. പക്ഷെ ഏത് ഉപേക്ഷിക്കണം, ഏത് ഉപേക്ഷിക്കരുത് എന്ന് തിരിച്ചറിയുന്ന സ്ഥലത്താണ് സക്സസിന്റെ തുടക്കം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഓൾസോ ദി റൈറ്റ് ടൈം ടു ക്വിറ്റ് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെ, എപ്പോഴും പറയില്ലേ, ഏത് സാധനമാണ് ഉപേക്ഷിക്കേണ്ടത്, അത് എപ്പോഴാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കാണോ ജ്ഞാനമുള്ളത് അവർക്ക് വിജയം എളുപ്പമാണ്. ശരിക്കും ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു. ബട്ട് എന്നാലും ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടി. കാരണം നമ്മുടെ എല്ലാം ലൈഫിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഞാനത് ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മൾ എത്തി നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ക്ലാരിറ്റി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. ബിസിനസ്സുകാർ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി. ഇപ്പോൾ 6 ബ്രാഞ്ച് ഉണ്ടാകും, 5 ബ്രാഞ്ച് പ്രോഫിറ്റിലാണ്. 6-ാമത്തെ ബ്രാഞ്ച് ഇയാൾ ഉപേക്ഷിക്കില്ല. ഇയാൾ ഉപേക്ഷിക്കാണ്ടിരിക്കുമ്പോൾ, കാരണം 6 ബ്രാഞ്ചിൽ ഒരെണ്ണം പൂട്ടിയെന്ന് കേൾക്കുന്നത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 5 ബ്രാഞ്ചിന്റെ ലാഭമാണ് ഈ 6-ാമത്തെ ബ്രാഞ്ച് തിന്നുന്നത്. ഉപേക്ഷിക്കേണ്ടതില്ലേ? അതെ, എനിക്ക് തോന്നുന്നു അയാൾക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണവും ഈ ഒരു ആളുകൾ എന്ത് പറയും, ആ ഒരു ക്വിറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഒരു സ്ട്രാറ്റജി ആയിട്ടല്ല, അതിനൊരു നാണക്കേടായി പലപ്പോഴും കാണുന്നതാണ് ഒരു റീസൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ,
അപ്പോൾ ഇത് നല്ലൊരു ക്ലാരിറ്റിയാണ് എല്ലാ ഒരു കാര്യത്തിലും, ലൈക്ക് പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മളിനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു കൃഷ്ണ.